നിങ്ങൾ പറഞ്ഞ ഈ തമാശയാണെങ്കിൽ പോലും വളരെ സീരിയസ് ആയ ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യം. കാരണം ഞാൻ പല കോമഡി ഷോയിൽ പോലും കേട്ടിട്ടുണ്ട്. ദൂരെ നിൽക്കുന്ന ചൊവ്വ എങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ കല്യാണം അല്ലെ പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെയാണ് മുടക്കുന്നത്, വൈദ്യുതി ദോഷം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ജീവിതത്തിലൊരു ഭാഗ്യ നിർഭാഗ്യങ്ങളെ എങ്ങനെ ഈ ഗ്രഹങ്ങൾ തരുമെന്ന ചോദ്യം പലപ്പോഴും പല കോമഡിയായിട്ട് പറയാറുണ്ട്, പല ചർച്ചകൾ ചോദിക്കാറുണ്ട്. ഇപ്പം നമുക്കറിയാം സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളും ഭൂമിയിൽ നിന്ന് ഏതാണ്ട് ദശലക്ഷക്കണക്കിന് ദൂരെയാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഗ്രഹങ്ങളൊന്നും തന്നെ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും നമ്മൾ അസ്ട്രോളജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയുകയാണ്. അതെങ്ങനെയാണ് ഇത് ജ്യോതിഷത്തിലേക്ക് കണക്ഷൻ ആയത് എന്നുള്ളതാണ് ശരിക്കും അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഓരോ ഗ്രഹങ്ങളെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഏതാണ്ട് 3,84,000 84,400 കിലോമീറ്റർ അധികം ദൂരെയാണ് നിൽക്കുന്നത്. അതുപോലെ ശുക്രൻ 41 ദശലക്ഷം കിലോമീറ്റർ, അതുപോലെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 78 ദശലക്ഷം കിലോമീറ്റർ. 78 ദശലക്ഷം കിലോമീറ്റർ നിൽക്കുന്ന ചൊവ്വയാണ് സ്ത്രീകളുടെ കല്യാണം മുടക്കി. അതുപോലെ ബുധൻ 77 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. വ്യാഴം 628, ശനി 1.2 ബില്യൺ കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറയുന്ന 149.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ നിൽക്കുന്നു, ഇത്രയും ദൂരം നിൽക്കുന്നു. എങ്ങനെ ഇവരുടെ ഈ പറയുന്ന മനുഷ്യരുടെ ഒരു ഫലത്തിലേക്ക് എത്തപ്പെടുന്നു, ശുഭ അശുഭ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ എങ്ങനെ ഇവർ കണക്ഷൻ ആകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഭാഗ്യം എന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ആശങ്ക കൂടിയാണ്. കാരണം എല്ലാ ഗ്രഹങ്ങളും ഈ സ്ഥിതി സഞ്ചാരം ഇതൊക്കെ തന്നെ ഓരോ മൊമെന്റ്സും ഓരോ സമയങ്ങളിലും മാറിക്കൊണ്ടിരിക്കുക. ഗ്രഹങ്ങൾ ഓരോ തരത്തിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഗ്രഹങ്ങളുടെ മാറ്റം നമ്മൾ മനുഷ്യരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ അല്ലെ മറ്റു ജീവജാലങ്ങളായിട്ടുള്ള ഭൂമിയിലെ എല്ലാ ആൾക്കാരുടെയും ഈ ഗ്രഹമാറ്റം അവരിൽ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ദൂരെ നിൽക്കുന്ന ഒരു ഉപ്പ്, ആ ഉപ്പ് ദൂരെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ ഉപ്പിന്റെ രസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ തൊണ്ടയിൽ ആ ഉപ്പിന്റെ രസം എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ തൊട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സകൽ ദൂരെ നിൽക്കുന്ന ഉപ്പിനെ സ്വാധീനിക്കാൻ നമ്മുടെ മനസ്സിന് സാധിച്ചു. ഇപ്പൊ പുളി, ദൂരെ നിന്നൊരാള് പുളി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പുളിയുടെ സ്വാദ് എന്താണെന്ന് നമ്മുടെ മനസ്സിനെ അറിയിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു ഒരു കണക്ഷൻ നമ്മുടെ മനസ്സിനുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഏത് കാര്യത്തെയും നമ്മൾ രുചിക്കപ്പെട്ട് കഴിയുന്നു, ആ രുചിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടും. ദൂരെ നിന്നാൽ പോലും നമുക്ക് അറിയാൻ സാധിക്കപ്പെടും. അത് നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ മനസ്സാണ്. ഇതൊരു ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിന്റെ കാരകത്വ ഫലമാണ്. അങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളും പറയുന്നത്. ഇപ്പൊ നമ്മൾ ജ്യോതിഷം ഒരു മഹാശാസ്ത്രം എന്ന് പറയുന്ന ഫലം, പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാര ഭാഗഫലങ്ങളൊക്കെ തന്നെ ഓരോ മൂമെന്റ്സിനെയും മനുഷ്യന്റെ ഗതിയായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് പണ്ടുള്ള ഋഷീശ്വരന്മാര്